പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജീവൻ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. +2 വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് ധ്യാനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ധ്യാനത്തേക്ക് വരാനുള്ള സാഹചര്യം ആദ്യം പറയണം. കാരണം ഞാൻ ജസ്റ്റ് സ്കൂളിൽ പോയാലും ഈ ഒരു വീക്കിൽ ക്ലാസ്സസൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പം ഫുൾ ടൈം സ്കൂളിൽ ആക്റ്റീവ് ആയതുകൊണ്ട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ടീച്ചർമാർ സ്റ്റാഫ് റൂമിൽ മുമ്പിലാണെങ്കിലും ഒരു സീനും ഇല്ലാതെ നമുക്ക് ഫുള്ള് കറങ്ങി നടക്കുന്നൊരു സമയമൊക്കെയാണ്. അപ്പം ഈ ഒരു വീക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് അമ്മ വന്ന് പെട്ടെന്നൊന്ന് ചോദിച്ചു, എടാ ഇവിടെ ഒരു ധ്യാനമുണ്ട്, ഒന്ന് പോകുന്നു. എനിക്ക് ധ്യാനം എന്നേ അറിയത്തുള്ളൂ, ഇവിടെ ഇതേപോലെ ഒരു TOB ക്ലാസ്സാണ്, അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അമ്മ വന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നോന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. എന്താണെന്നൊന്ന് പറഞ്ഞുകൂടാ, ക്ലാസ്സിൽ പോകണോ, അങ്ങനെ ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ വന്നില്ല. ഈ ഒരാഴ്ച കലോത്സവമൊക്കെ നടക്കുന്നതാണ്. അപ്പം എല്ലാ ഐറ്റംസിലും ഞാൻ പങ്കെടുക്കുന്നതാണ്. അപ്പം ആ ഒരു ഐറ്റംസ് മിസ്സാകും, അങ്ങനെയുള്ളൊരു ചിന്തയും മനസ്സിൽ വന്നില്ല. നേരെ കംപ്ലീറ്റ്ലി പ്രോമിസ് കൊടുത്തു ഇങ്ങോട്ട് വരാം എന്നുള്ളത്. അങ്ങനെ ഇവിടെ ഫസ്റ്റ് ഡേ വന്നു. ഫസ്റ്റ് ഡേ സാരമില്ല, ക്ലാസ് അല്ലേ, കുഴപ്പമില്ല, ബോറിംഗ് ആണല്ലോ, ബാക്കിൽ ഇരുന്ന് ഉറങ്ങിയാൽ മതി. അങ്ങനെ ഞാൻ ബാക്കിൽ തന്നെ പോയിരുന്ന്. പക്ഷേ ആ ഓരോ ഫസ്റ്റ് ഡേയിൽ ആ ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് സെക്കൻഡ് സെഷനിലോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും സെക്സ് എഡ്യൂക്കേഷനിലോട്ടൊക്കെ കയറി. അങ്ങനെ നമ്മൾ സ്കൂളിൽ പിയർ പ്രഷറിൽ കേൾക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു പിയർ ഗ്രൂപ്പ്സിൽ കേൾക്കുന്നത്, കാരണം നമ്മൾ കൂടുതലും ബയോളജിക്കലിയാണ് നമ്മൾ സ്കൂളിൽ സംസാരിക്കുന്നതെങ്കിലും അതിലൊരു മോറലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനതിലുള്ള മോറൽസിനെ പറ്റി കൂടുതൽ പഠിക്കുന്നത്. കൂടുതലും ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എടാ മാസ്റ്റർബേഷൻ തെറ്റാണ്, ഫോൺ വീഡിയോസ് കാണരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അവന്മാർ എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സാരമില്ല, അത് നോർമലാണ്. പക്ഷേ അവന്മാർ അതിലേക്ക് എനിക്ക് പിന്തിരിപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവന്മാർ എന്നെയും പ്രൊവോക്ക് ചെയ്യാറുണ്ടായിരുന്നു, ഫോൺ വീഡിയോസ് കാണുക, അത് നല്ലതാണ്. പക്ഷേ ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം ഇതിൽ മോറൽ പറയുമ്പോഴേക്കും ഫോൺ വീഡിയോസ്, അത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഉദ്ദേശം അത് നല്ലതാണെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടും. അതാണ് എനിക്ക് ഈ ഒരു TOB ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു മൂല്യം. അപ്പം ഇതിത്രയും നമുക്ക് ഇവിടെ നൽകിയ ബാബുജൻ സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ ടീൻസിനെയൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആകും. അത് ടീൻസ് എന്ന് പറയാൻ പറ്റില്ല, പ്രീ ടീൻസിൽ തന്നെ ഈ സെക്സ് എഡ്യൂക്കേഷൻ വേണം. അപ്പം ഇത് ഇവർക്ക് എല്ലാവർക്കും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നിവിടെ ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.